ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക്സ് മെക്കാനിക്കലിന്റെ ഇലക്ട്രോണിക്സ് സിലബസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണെന്ന്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് എക്സിബിറ്റ്സ് നെഗറ്റീവ് റെസിസ്റ്റൻസ്? ഓക്കെ, ഇത് ഡയോഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 1, 2, 3, 4 എന്താണ്? ഡയോഡ്സ് ആണ്. അതിന് തന്നിരിക്കുന്ന ഡിവൈസസ് 4 ഡയോഡ്സ് ആണ്. ആ 4 ഡയോഡ്സിലെ നെഗറ്റീവ് റെസിസ്റ്റൻസ് തരുന്ന ഡയോഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഹലോ, ടണൽ ഡയോഡ്. അതെ, ടണൽ ഡയോഡ് ആണ്. അതിന്റെ റീസൺ നമുക്കറിയാം. ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുത്താല് അതൊരു എക്സ്പൊണൻഷ്യൽ ഡിവൈസ് ആണ്. കറണ്ട് എന്ത് ചെയ്യും? എക്സ്പൊണൻഷ്യലി ഇൻക്രീസസ് വിത്ത് വോൾട്ടേജ് ആയിരിക്കും. ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് റെസിസ്റ്റൻസ് തരുന്ന ഡിവൈസ് ആയിരിക്കും. കാരണം എന്താണ്? ആ ഡിവൈസിലെ കറണ്ടിന്റെ വാല്യൂ വോൾട്ടേജിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന് പോസിറ്റീവ് റെസിസ്റ്റൻസ് മാത്രമായിരിക്കും ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് തരുന്നത്. ദെർഫോർ ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്തായിരിക്കും? ഒരു പാസീവ് ഡിവൈസ് ആയിരിക്കും. അതും ക്വസ്റ്റ്യനിൽ ചോദിക്കാം. ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ആക്റ്റീവ് ഓർ പാസീവ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണെങ്കിൽ നമുക്ക് പറയാം അതെന്തായിരിക്കും? പാസീവ് ഡിവൈസ് ആയിരിക്കും. കാരണം എന്താണ്? കറണ്ട് ഓൾവേസ് ഇൻക്രീസസ് വിത്ത് വോൾട്ടേജ് ആയിരിക്കും. കറണ്ട് ഇൻക്രീസസ് വിത്ത് വോൾട്ടേജ് ആണെങ്കിൽ അതിന്റെ പവർ പോസിറ്റീവ് ആയിരിക്കും. പവർ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഡിവൈസ് ഓൾവേസ് എനർജി അബ്സോർബ് ഫ്രം ദ സോഴ്സ് ആയിരിക്കും. സോഴ്സിൽ നിന്നുള്ള എനർജി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഡിവൈസില് എനർജി ഡെസിപ്പേറ്റിംഗ് ആയിരിക്കും. ദെർഫോർ അതെന്തായിരിക്കും? പാസീവ് ഡിവൈസ് ആയിരിക്കും. ഇനി കുറച്ച് പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡയോഡ്സില് ഒരു റേഞ്ച് ഓഫ് വോൾട്ടേജില് അതിന്റെ കറണ്ട് ഡിക്രീസസ് വിത്ത് വോൾട്ടേജ് ആണ്. ആ ടൈപ്പ് ഓഫ് ഡയോഡാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് തരുന്ന ഡയോഡ്സ്. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിലെ ടണൽ ഡയോഡ്. ആ ടണൽ ഡയോഡിന്റെ കറണ്ട് ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ ഇൻക്രീസ് വിത്ത് വോൾട്ടേജ് ആയിരിക്കും. കറണ്ട് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും വിത്ത് വോൾട്ടേജ്. അതൊരു മാക്സിമം വാല്യൂ വരെ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മാക്സിമം വാല്യൂ റീച്ച് ചെയ്യുന്ന വോൾട്ടേജിനെ പീക്ക് വോൾട്ടേജ് എന്ന് പറയാം. ആ പീക്ക് വോൾട്ടേജ് കഴിഞ്ഞാല് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ ഇഫക്റ്റ് ആ ക്വാണ്ടം മെക്കാനിക്കൽ ഇഫക്റ്റിനെ നമുക്ക് പറയാം ടണലിംഗ് എന്ന് പറയാം. ആ ടണലിംഗ് മെക്കാനിസം കാരണം അതിലെ ഡിപ്ലീഷൻ റീജിയൻ അക്രോസ് ചാർജ് കരീസിന്റെ ഫ്ലോ ഉണ്ടാകും, ലാർജ് ഫ്ലോ ഉണ്ടാകും കമ്പയർഡ് ടു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ആ പർട്ടിക്കുലർ കേസിൽ അവിടെ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുമ്പോൾ ഇൻഡയറക്ട്ലി നമുക്ക് പറയാം കറണ്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ദെർഫോർ ആ പീക്ക് വോൾട്ടേജ് കഴിഞ്ഞാല് ആ പർട്ടിക്കുലർ ഡിവൈസസിന്റെ കറണ്ട് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഒരു വോൾട്ടേജ് വരെ അതിന്റെ കറണ്ട് ഡിക്രീസ് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതിന്റെ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഓഫ് കറണ്ട് റീച്ച് ചെയ്യുന്ന വോൾട്ടേജിനെ നമുക്ക് വാല്യൂ വോൾട്ടേജ് എന്ന് പറയാം. ദെർഫോർ ഈ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡയോഡില് പീക്ക് വോൾട്ടേജ് മുതൽ വാല്യൂ വോൾട്ടേജ് വരെ കറണ്ട് ഡിക്രീസസ് വിത്ത് വോൾട്ടേജ് ആയിരിക്കും. ഇവിടെ സ്ലോപ്പ് എടുത്താൽ നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വൈ ആക്സിസ് ടു ദ ചേഞ്ച് ഇൻ എക്സ് ആക്സിസ് ആണ്. ദെർഫോർ കറണ്ടിന്റെ ഡിഫറൻസ് എടുക്കുമ്പം ഈ കറണ്ട് എന്തായിരിക്കും? പീക്ക് കറണ്ടും വാല്യൂ കറണ്ടും ഡിഫറൻസ് എടുക്കുമ്പം എന്താണ്? ഐ വി മൈനസ് ഐ പി എടുക്കുമ്പം നെഗറ്റീവ് ആയിരിക്കും. ദെർഫോർ കറണ്ട് നെഗറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സ്ലോപ്പ് നെഗറ്റീവ് എന്ന് പറഞ്ഞാല് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. കറണ്ട് വോൾട്ടേജ് ഗ്രാഫില് റെസിപ്രോക്കൽ ഓഫ് എന്താണ്? സ്ലോപ്പ് ആണ് അവിടുത്തെ റെസിസ്റ്റൻസ് വാല്യൂ. ദെർഫോർ ഇവിടെ സ്ലോപ്പ് നെഗറ്റീവ് എന്ന് പറഞ്ഞാല് റെസിസ്റ്റൻസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ നെഗറ്റീവ് റെസിസ്റ്റൻസ് തരുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡിവൈസ് ആണ് എന്ത്? ടണൽ ഡയോഡ്. അത് ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ടണൽ ഡയോഡിന്റെ വേറൊരു പേരാണ് ഇസാക്കി ഡയോഡ്. എന്തെന്ന് പറയാം? ഇസാക്കി ഡയോഡ് എന്ന് പറയാം. ഇസും കൊടുക്കാം, ഇസഡും കൊടുക്കാം. ഇസാക്കി ഡയോഡ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ടണൽ ഡയോഡ് ആണ്. അന്നേരം ടണൽ ഡയോഡിനെ ബേസ് ചെയ്ത് 2 തവണ പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നെഗറ്റീവ് റെസിസ്റ്റൻസ് തരുന്ന ഒരു ഡയോഡ് ആണെന്ത്? ടണൽ ഡയോഡ്. ടണൽ ഡയോഡ് അല്ലാണ്ട് നമുക്ക് പറയാം ഇമ്പാക്ട് ഡയോഡ്, അതുപോലെ ട്രപ്പാറ്റ് ഡയോഡ്, അതുപോലെ ഗൺ ഡയോഡ്. ഈ 3 ഡയോഡ്സും ടണൽ ഡയോഡിന്റെ കൂടെ തന്നെ
നെഗറ്റീവ് റെസിസ്റ്റൻസ് തരുന്ന ഡയോഡാണ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എന്താണ്? കറണ്ട് വോൾട്ടേജ് പ്രോഡക്റ്റ് നെഗറ്റീവ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ ഡിവൈസിന് എന്ത് കേപ്പബിലിറ്റി ഉണ്ട്? എനർജി സപ്ലൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ദെർഫോർ ഈ പർട്ടിക്കുലർ ഡിവൈസസിന് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ സ്വിച്ചിങ് സ്പീഡ്, ഇതിന്റെ ടണലിംഗ് എഫക്ട് കാരണം ഇവിടെ ചാർജ് ഏരിയസിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ മൊബിലിറ്റി ഓഫ് ചാർജ് ഏരിയസ് വെരി ലാർജ് ആയിരിക്കും. ദെർഫോർ സ്വിച്ചിങ് സ്പീഡ് എന്തായിരിക്കും? വെരി ലാർജ് ആയിരിക്കും. ദെർഫോർ ഈ പർട്ടിക്കുലർ ഡിവൈസസിന് ടണൽ ഡയോഡിനെയും ഇമ്പാക്ട് ആൻഡ് ട്രപ്പാറ്റ് ആൻഡ് ഗൺ ഡയോഡ്സിനെ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിൽ തന്നെ മൈക്രോവേവ് ഓസിലേറ്റേഴ്സ്, ഇതാണ് മൈക്രോവേവ് ഓസിലേറ്റേഴ്സ്. നമുക്കറിയാം ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ടാണ് ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ. അന്നേരം ഈ ഓസിലേറ്റർ എന്ത് ചെയ്യും? മൈക്രോവേവ് റേഞ്ചിലുള്ള ഫ്രീക്വൻസി എന്ത് ചെയ്യും? ജനറേറ്റ് ചെയ്യും. അന്നേരം മൈക്രോവേവ് ഓസിലേറ്ററിൽ യൂസ് ചെയ്യാം. അതുപോലെ റിലാക്സേഷൻ ഓസിലേറ്ററിൽ യൂസ് ചെയ്യാം. റിലാക്സേഷൻ ഓസിലേറ്ററിൽ യൂസ് ചെയ്യാം. അന്നേരം ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ, ഒരു ഹൈ ഫ്രീക്വൻസി കോമ്പണൻസിന് അല്ലെങ്കിൽ ഹാർമോണിക് ജനറേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാൻ പറ്റും. ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്രീക്വൻസിയുടെ ഏത് ഇൻഡിജർ മൾട്ടിപ്പിൾസ് ഓഫ് ഫ്രീക്വൻസിയും ജനറേറ്റ് ചെയ്യാൻ എന്തിനു യൂസ് ചെയ്യാം? ടണൽ ഡയോഡിനെ യൂസ് ചെയ്യാം. അന്നേരം ഇത്രയും ആപ്ലിക്കേഷൻസിന് എന്തിനു യൂസ് ചെയ്യാം? ടണൽ ഡയോഡ്സിന് യൂസ് ചെയ്യാം. മെയിൻലി ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡയോഡ്സിനെ യൂസ് ചെയ്യുന്നത്. അന്നേരം ഇത് ഓർത്തിരിക്കുക. ബാക്കി 3 ഓപ്ഷൻസ് നോക്കിയാൽ സെനർ ഡയോഡ് നമുക്കറിയാം, നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ചോദിച്ചോളൂ. സാർ, ഇതിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ടണൽ കറണ്ട് മാക്സിമം മറ്റ് റീജിയൻ ചോദിച്ചിട്ടുണ്ട്. മാക്സിമം ടണലിംഗ് കറണ്ട് മാക്സിമം പീക്ക് വോൾട്ടേജ്. അതിലൊരു ഓപ്ഷനില് പീക്ക് വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാക്സിമം വോൾട്ടേജ് എത്തുന്ന റീജിയൻ എന്തായിരിക്കും? പീക്ക് വോൾട്ടേജ് ആയിരിക്കും. പക്ഷെ അതിനകത്ത് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്ന റിവേഴ്സ് ബയാസ് റീജിയനിൽ മാക്സിമം, മറ്റേ പീക്കില് ലോ, പിന്നെ വാല്യൂ പോയിന്റിൽ ഡിഫ്യൂഷൻ കറണ്ട് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിഫ്യൂഷൻ കറണ്ട് അങ്ങനെയാണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ആക്ച്വൽ ആൻസർ പീക്ക് വോൾട്ടേജിലായിരിക്കും. ആഫ്റ്റർ ദി വാല്യൂ പോയിന്റ് ഡിഫ്യൂഷൻ കറണ്ട് ആണോ? അതെ, ആഫ്റ്റർ ദ വാല്യൂ വോൾട്ടേജ് അത് നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് പോലെ തന്നെ വർക്ക് ചെയ്യും. വാല്യൂ വോൾട്ടേജില് അവിടെ നോർമൽ ഡിഫ്യൂഷൻ ആയിരിക്കും നടക്കുന്നത്. ടണലിംഗ് പ്രോസസ് അവിടെ സ്റ്റോപ്പ് ആകും. വാല്യൂ വോൾട്ടേജ് കഴിഞ്ഞാല് ഇവിടെ നമുക്ക് എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് സെമി കണ്ടക്ടർ വരച്ചാല് ഇവിടുത്തെ ഈ രണ്ട് ബാൻഡ്, ഇപ്പം പി ടൈപ്പ് സെമി കണ്ടക്ടറിലെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലെയും ബാൻഡ്സ് ഓവർലാപ്പ് ചെയ്താല് ഇവിടുത്തെ ചാർജ് കേരിയേഴ്സിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? റൈറ്റിലോട്ട് മൂവ് ചെയ്യാം. അങ്ങനെ റൈറ്റിലോട്ട് മൂവ്മെന്റ് നടക്കുന്ന മാക്സിമം നടക്കുന്ന വോൾട്ടേജ് ആണ് പീക്ക് വോൾട്ടേജ്. ആഫ്റ്റർ ദ പീക്ക് വോൾട്ടേജ് ഇതിന്റെ ഓവർലാപ്പിംഗ് അവിടെ ചേഞ്ച് ചെയ്യും. പിന്നെ അവിടെ നടക്കുന്നത് എന്തായിരിക്കും? ഡിഫ്യൂഷൻ പ്രോസസ് ആയിരിക്കും. ചാർജ് കേരിയേഴ്സിന്റെ കോൺസെൻട്രേഷൻ ഡിഫറൻസ് കാരണമായിരിക്കും അവിടെ ചാർജ് ഫ്ലോ നടക്കുന്നത്. വാല്യൂ വോൾട്ടേജില് എന്താണ്? അവിടുത്തെ മെജോറിറ്റി ഓഫ് കറണ്ട് നടക്കുന്നത് ഡിഫ്യൂഷൻ ഫലമായിട്ടായിരിക്കും. തിരിച്ച് പീക്ക് വോൾട്ടേജിൽ അവിടെ ടണലിംഗ് എന്ന് പറഞ്ഞ മെക്കാനിസം വഴി തന്നെ ആയിരിക്കും. ആ പീക്ക് വോൾട്ടേജിലായിരിക്കും അവിടെ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. കാരണം മാക്സിമം കറണ്ട് എന്ന് ചോദിച്ചാല് നമുക്ക് പറയാം പീക്ക് വോൾട്ടേജ് എന്ന് പറയാം. ഓക്കെ, ഇതിന് നെഗറ്റീവ് റീജിയൻ ഞാൻ വരച്ചിട്ടില്ല. നെഗറ്റീവ് റീജിയനും ഉണ്ട്. നെഗറ്റീവ് റീജിയനിൽ നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ്സ് പോലെ തന്നെ വർക്ക് ചെയ്യും. ആഫ്റ്റർ ദ വാല്യൂ വോൾട്ടേജിലും അത് എന്തുപോലെ വർക്ക് ചെയ്യും? നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് പോലെ വർക്ക് ചെയ്യും. 0 to VP വരെ, 0 to VP അല്ലെങ്കിൽ എന്താണ് 0 വോൾട്ടേജ് മുതൽ പീക്ക് വോൾട്ടേജ് വരെയും അത് എന്തുപോലെ വർക്ക് ചെയ്യും? നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് പോലെ തന്നെ വർക്ക് ചെയ്യും. പീക്ക് വോൾട്ടേജ് ടു വാല്യൂ വോൾട്ടേജിലാണ് അവിടെ എന്ത് മെക്കാനിസം നടക്കുന്നത്? ടണലിംഗ് എന്ന് പറയുന്ന മെക്കാനിസം നടക്കുന്നത്. ആ ടണലിംഗ് നടക്കുമ്പോഴായിരിക്കും ആ ഡിവൈസിന് നെഗറ്റീവ് റെസിസ്റ്റൻസ് ഷോ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളത്. ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡയോഡ്സ്. ഈ ഡയോഡ്സ് ഒക്കെ എന്തായിരിക്കും? ആക്റ്റീവ് ഡയോഡ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതായിരിക്കും. ഒരു ഡയോഡ്സ് ഇന്റർവേസിന് ചോദിച്ചാൽ നമുക്ക് പറയാം ഇറ്റ് ക്യാൻ ആക്ട് as ബോത്ത് പാസീവ് ആൻഡ് ആക്റ്റീവ് ഡിവൈസ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡയോഡ്സ് എന്തായിട്ട് വർക്ക് ചെയ്യും? ആക്റ്റീവ് ഡയോഡ്സ് ആയിട്ട് വർക്ക് ചെയ്യും.
ഓക്കെ, ബാക്കി മൂന്ന് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സെനർ ഡയോഡ് എന്ന് പറയുന്നത് നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് വിത്ത് ഹെവിലി ഡോപ്പിംഗ് ആണ്. ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വെരി ലാർജ് ആക്കിയാൽ ആ ഡിവൈസിൽ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? സെനർ ഡയോഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, സെനർ ഡയോഡും പോസിറ്റീവ് റെസിസ്റ്റൻസ് തരുന്ന ഡിവൈസ് തന്നെ ആയിരിക്കും. ഓക്കെ, നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് പോലെ തന്നെ ആയിരിക്കും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. വരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ കപ്പാസിറ്റർ പോലെ വർക്ക് ചെയ്യുന്ന ഡയോഡാണ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഇല്ല. അത് നോർമലി എന്താണ്, ഒരു ഓസിലേറ്ററിലൊക്കെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യിക്കാൻ വരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത് വേരിയബിൾ കപ്പാസിറ്റർ പോലെ വർക്ക് ചെയ്യും. നമുക്കറിയാം റെസിസ്റ്ററും കപ്പാസിറ്ററും ഉണ്ടെങ്കിൽ ആ സർക്യൂട്ട് എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു 1/2πRC ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആയിട്ട് വർക്ക് ചെയ്യും. ദർഫോർ ആ കപ്പാസിറ്റർ വേരി ചെയ്യിക്കാൻ അല്ലെങ്കിൽ കപ്പാസിറ്ററിന് പകരം നമുക്ക് എന്തിനെ യൂസ് ചെയ്യാം? വരാക്ടർ ഡയോഡ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. LED എന്ന് പറയുന്നത് നമുക്കറിയാം ഇലക്ട്രോ ലൂമിനിസൻസ് വഴി എന്താണ്, ഇലക്ട്രിക് കറണ്ടിനെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസ് ആണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലെങ്കിൽ LED. അതും നോർമൽ പി ജംഗ്ഷൻ ഡയോഡ് പോലെ ക്യാരക്ടറിസ്റ്റിക്സ് തരുന്ന ഡയോഡാണ്. അവിടെ എന്തില്ല, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഇല്ല. ദർഫോർ ഈ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ആൻസർ എന്ത് മാത്രമായിരിക്കും? ടണൽ ഡയോഡ് മാത്രമായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഈസ് ലൈക്ലി ടു ടേക്ക് പ്ലേസ് ഇൻ എ ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ? ഏത് ബ്രേക്ക് ഡൗൺ മെക്കാനിസം ആണ് ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡിൽ നടക്കുന്നത്? ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസിലും സെനർ ആൻഡ് അവലാൻഷ് ബ്രേക്ക് ഡൗൺ ഉണ്ട്. നമുക്കറിയാം ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൽ നടക്കുന്ന 2 ബ്രേക്ക് ഡൗൺ മെക്കാനിസംസ് ആണ്. ഏതൊക്കെ? അവലാൻഷ് ബ്രേക്ക് ഡൗണും അതുപോലെ സെനർ ബ്രേക്ക് ഡൗണും. ആ 2 ബ്രേക്ക് ഡൗണും നടക്കുന്നത് ഡിഫറെന്റ് ഡോപ്പിംഗ് കോൺസെൻട്രേഷനിലായിരിക്കും. ബേസ്ഡ് ഓൺ ദ ഡിപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ അനുസരിച്ചായിരിക്കും ആ ഡയോഡില് എയ്തർ സെനർ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ അവലാൻഷ് ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോർമൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ എക്സ്ട്രാ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തിട്ട് ആ സെമി കണ്ടക്ടറിനെ ഇലക്ട്രോൺസിനെയോ ഹോൾസിനെയോ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ് ആണെന്ത്? ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ആ ഡോപ്പിംഗ് ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന സെമി കണ്ടക്ടർ എന്തായിരിക്കും? എയ്തർ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ പി ടൈപ്പ് സെമി കണ്ടക്ടർ. ഈ 2 ജംഗ്ഷനും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും പരസ്പരം കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പി എൻ ജംഗ്ഷൻ കിട്ടും. ഓക്കെ, ആ പി എൻ ജംഗ്ഷൻ ആണ് എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? ഒരു ഡയോഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ആ പി എൻ ജംഗ്ഷന്റെ ഫോർമേഷനിൽ പി ടൈപ്പും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഒരുമിച്ച് കണക്ട് ചെയ്താല് അതിന്റെ മിഡിൽ എന്ത് ഫോം ചെയ്യും? ഒരു ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. ആ ഡിപ്ലീഷൻ റീജിയന്റെ വാല്യൂ, ഡബ്ല്യൂയുടെ വാല്യൂ √2 ഇൻറ്റു അവിടുത്തെ സെമി കണ്ടക്ടറിലെ മെറ്റീരിയലിന്റെ പെർമിറ്റിവിറ്റി 2ε, അതിന്റെ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ. അതിന്റെ കോണ്ടാക്ട് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാല് ഡിപ്ലീഷൻ റീജിയന്റെ ഇടയ്ക്ക് എന്ത് ഫോം ചെയ്യും? ഒരു പി എൻ ജംഗ്ഷനിൽ എന്ത് ഫോം ചെയ്യും? ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. അവിടെ അയോൺസ് മാത്രമായിരിക്കും. ആ ഡിപ്ലീഷൻ റീജിയൻ എന്ത് കാണും? ഒരു പൊട്ടൻഷ്യൽ കാണും. ആ പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ചാർജ് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഡോണർ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ. ഇതാണ് എന്തിന്റെ ഇക്വേഷൻ? ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്തിന്റെ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ആയിരിക്കും. എന്ന് പറഞ്ഞാല് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താല് ആ പി എൻ ജംഗ്ഷന്റെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് എന്തായിരിക്കും? കുറവായിരിക്കും. അങ്ങനെ എന്താണ്, സ്മോൾ ഡിപ്ലീഷൻ റീജിയൻ ഉള്ള ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൽ നടക്കുന്ന ബ്രേക്ക് ഡൗൺ മെക്കാനിസം ആണ് എന്ത്? സെനർ ബ്രേക്ക് ഡൗൺ. എന്നാൽ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ് ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ. അന്നേരം ഹെവിലി ഡോപ്ഡ് എന്ന് പറഞ്ഞാല് NA ND എന്തായിരിക്കും? വെരി വെരി ലാർജ് ആയിരിക്കും. Therefore ആ പി എൻ ജംഗ്ഷനില് വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ എന്തായിരിക്കും? കുറവായിരിക്കും. വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ സ്മോൾ ആണെങ്കിൽ അവിടെ നടക്കുന്ന ബ്രേക്ക് ഡൗൺ മെക്കാനിസത്തിന്റെ റീസൺ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഒരു സ്മോൾ റീജിയനില് ലാർജ് റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കൊടുത്താലും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? കൊടുക്കുന്ന റിവേഴ്സ് ബയാസ്ഡ് വോൾട്ടേജ് ഡിവൈഡ് ബൈ തിക്നെസ് ആയിരിക്കും. തിക്നെസ് കുറവാണെങ്കിൽ
അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? വെരി ലാർജ് ആയിരിക്കും. ആ ലാർജ് ഇലക്ട്രിക് ഫീൽഡ് കാരണം ആ പി എൻ ജംഗ്ഷനിലെ കോവലന്റ് ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്താൽ നമുക്കറിയാം ഇലക്ട്രോണും ഉണ്ടാകും, അതുപോലെ ആരും ഉണ്ടാകും? ഹോളും ഉണ്ടാകും. അന്നേരം ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഓരോ ബോണ്ട് ഫോം ചെയ്യുമ്പോഴും ഓരോ ഇലക്ട്രോണും ഉണ്ടാകും. therefore ലാർജ് നമ്പർ ഓഫ് കോവലന്റ് ബോണ്ട് ഫോം ചെയ്താൽ അവിടെ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് എന്താണ്? ചാർജ് കെരിയേഴ്സ് ആണ്. അതുവഴി അവിടുത്തെ കറണ്ട് എന്ത് ചെയ്യും? അബ്രപ്റ്റ്ലി ഇൻക്രീസ് ചെയ്യും. ആ പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫീൽഡ് അയണൈസേഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയാം? ഫീൽഡ് അയണൈസേഷൻ എന്ന് പറയാം. ആ ബ്രേക്ക് ഡൗൺ മെക്കാനിസത്തിന് നമുക്ക് എന്തെന്ന് പറയാം? സെനർ ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്ന് പറയാം. എപ്പോഴും ഓർത്തിരിക്കുക, ഹെവിലി ഡോപ്ഡ് ഡയോഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ വെരി ലാർജ് ആണെങ്കിൽ ഡിപ്ലീഷൻ റീജിയന്റെ തിക്നെസ് കുറവായിരിക്കും. അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള കാരണം ആരായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ആ മെക്കാനിസത്തിന് ഫീൽഡ് അയണൈസേഷൻ എന്ന് പറയാം. അതുവഴി നടക്കുന്ന ബ്രേക്ക് ഡൗൺ നമുക്ക് എന്തെന്ന് പറയാം? സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. ഇനി ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ അവിടെ ചാർജ് കാരിയേഴ്സിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്തിട്ടായിരിക്കും കോവലന്റ് ബോണ്ട്സിനെ ബ്രേക്ക് ചെയ്യുന്നത്. ആ ബ്രേക്ക് ഡൗൺ മെക്കാനിസത്തിന് നമുക്ക് എന്തെന്ന് പറയാം? അവലാൻഷ് ബ്രേക്ക് ഡൗൺ എന്ന് പറയാം. അന്നേരം അവലാൻഷ് ബ്രേക്ക് ഡൗണിന്റെ റീസൺ എന്തായിരിക്കും? ഹൈ കൈനറ്റിക് എനർജിയിൽ മൂവ് ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിൾസ് ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇമ്പാക്ട് അയണൈസേഷൻ എന്ന് പറയാം. എന്തെന്ന് പറയാം? ഇമ്പാക്ട് അയണൈസേഷൻ എന്ന് പറയാം. അത് നടക്കുന്ന ഏത് ഡയോഡിലായിരിക്കും? ലൈറ്റ്ലി ഡോപ്ഡ് ഡയോഡിലായിരിക്കും. അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയന്റെ തിക്നെസ് കുറച്ച് കൂടിയ ഡയോഡ്സിലായിരിക്കും ഏത് മെക്കാനിസം നടക്കുന്നത്? അവലാൻഷ് ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്തായിരുന്നു? ഹെവിലി ഡോപ്ഡ് എന്നാണ്. therefore കറക്റ്റ് ആൻസർ എന്തായിരിക്കും? സെനർ ബ്രേക്ക് ഡൗൺ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഈ സെയിം ക്വസ്റ്റ്യൻ അവർ ഇങ്ങനെ ചോദിക്കാം, ഒരു സെനർ ഡയോഡിൽ നടക്കുന്ന ബ്രേക്ക് ഡൗൺ മെക്കാനിസം ഏതാണെന്ന് ചോദിക്കാം. ഓർത്തിരിക്കുക, ഒരു നോർമൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണെങ്കിലും ഒരു സെനർ ഡയോഡ് ആണെങ്കിലും അവിടെ ബേസ്ഡ് ഓൺ ദ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ രണ്ട് ബ്രേക്ക് ഡൗണും നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ അവലാൻഷ് ബ്രേക്ക് ഡൗൺ നടക്കാം, അതുപോലെ സെനർ ബ്രേക്ക് ഡൗൺ നടക്കാം. അങ്ങനെ ചോദിച്ചാൽ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഡോപ്പിംഗ് കോൺസെൻട്രേഷനും ഡിപ്ലീഷൻ റീജിയന്റെ തിക്നെസ്സും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സെനർ ബ്രേക്ക് ഡൗൺ നടക്കുന്നത് ഹെവിലി ഡോപ്ഡ് ഡിപ്ലീഷൻ റീജിയൻ കുറവുള്ള ഡയോഡ്സിലായിരിക്കും. അതിന്റെ റീസൺ ഫീൽഡ് അയണൈസേഷൻ ആയിരിക്കും. തിരിച്ച് ലൈറ്റ്ലി ഡോപ്ഡ് ഡയോഡ് ആണെങ്കിൽ അവിടെ നടക്കുന്ന ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്തായിരിക്കും? അവലാൻഷ് ബ്രേക്ക് ഡൗൺ ആയിരിക്കും. അതിന്റെ റീസൺ എന്തായിരിക്കും? ഇമ്പാക്ട് അയണൈസേഷൻ ആയിരിക്കും. നോർമലി ഒരു ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എടുത്താൽ ഗ്രേറ്റർ ദാൻ 5 വോൾട്ട് ആണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എങ്കിൽ അവിടെ നടക്കുന്ന ബ്രേക്ക് ഡൗൺ മെക്കാനിസം അവലാൻഷ് ബ്രേക്ക് ഡൗൺ ആയിരിക്കും. തിരിച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വോൾട്ട് ആണെങ്കിൽ അവിടെ നടക്കുന്ന ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്തായിരിക്കും? ബ്രേക്ക് ഡൗൺ മെക്കാനിസം എന്തായിരിക്കും? സെനർ ബ്രേക്ക് ഡൗൺ ആയിരിക്കും. അന്നേരം സ്മോളർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജില് സെനർ ബ്രേക്ക് ഡൗൺ നടക്കും. ലാർജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ എന്ത് നടക്കും? അവലാൻഷ് ബ്രേക്ക് ഡൗൺ നടക്കും. ഓക്കെ, താങ്ക് യു ഓൾ.